തുടർച്ചയായ ഷെല്ലാക്രമണത്തിന്റെയും ഡ്രോൺ ആക്രമണത്തിന്റെയും ഭീതി പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നൊഴിയുകയാണ്. അതിർത്തികൾ ശാന്തമായതോടെ ഗ്രാമങ്ങൾ വിട്ടുപോയവർ മടങ്ങിയെത്തി തുടങ്ങി. പത്താൻകോട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് വിനീത വിജിയും ക്യാമറമാൻ ജിജീന്ദ്രനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെടിയൊച്ചകൾക്ക് ശേഷം അതിർത്തികൾ ശാന്തം. ഭീതിയും ആശങ്കയും നിറഞ്ഞ മുഖങ്ങളിൽ ഇപ്പോൾ ആശ്വാസം. സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നനുത്ത പുഞ്ചിരി. अभी तो अच्छा है। पहले डर लग रहा था। पहले बहुत डर रहा इधर ये। हाँ पहले डर लग रहा था। अभी नहीं लग रहा, अभी अच्छा है। ഭീതി ഒഴിയാത്ത രാത്രികളായിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പത്താൻകോട്ടിലെ ഗ്രാമീണരുടേത്. കൈക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഉറങ്ങാതിരുന്ന ദിനങ്ങൾ. ഉള്ളതൊക്കെ പെറുക്കിയെടുത്തു ചിലർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി. കന്നുകാലികളെയും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് പോകാൻ കഴിയാതിരുന്നവർ ഗ്രാമങ്ങളിൽ തുടർന്നു. अन्नी बहुत डर था। बच्चों की बाथरूम भी सलवारों में ही लिखड़ने को हो रही थी, पजामों में ही लिखड़ने को हो रही थी। वो हिसाब था। और अब तो अल्लाह का शुक्र है, बहुत सुकून है। लड़ाई ना हुआ वही अच्छा, अब तो ठीक है। अन्नी इधर तो भागने को जी कर रहा था, बच्चे भी रोवे थे, चीख चीख के मार रहे थे बच्चे। വീണ്ടും ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ ഗ്രാമം ഉപേക്ഷിച്ചു തന്നെ പോകേണ്ടി വരുമായിരുന്നുവെന്നവർ പറയുന്നു. तो लड़ाई 1-2 दिन में हम इधर से यूपी चले जाते। तो डर तो ये आदमी को रहता ही है कि कभी इधर भी पड़ जाए आगे, तो 1-2 दिन के बाद हम चले जाते अगर जो जंग बंद ना होती तो। अब झगड़ा हो गया था, डर लग रहा था, दहशत लग रही थी, काम पे से भागने को मन कर रहा था, रुकने को जी कर नहीं रहा था। मैं कहा यूपी भाग लो। अच्छा तो बढ़िया करा, अच्छा करा। ആശങ്കയിൽ ആഴ്ന്നുപോയ ജീവിതം വീണ്ടും തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണിന്നിവർ. കൃഷിയും കൈത്തൊഴിലും ഉപജീവന മാർഗമാക്കിയവരാണ് പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ ഏറെയും. അതിർത്തികൾ പൂർണ്ണമായും ശാന്തമായതോടെ ആശ്വാസത്തിന്റെ ദിനങ്ങളിൽ ഇവരിങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. പത്താൻകോട്ടിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24.